Hello everyone, welcome back to Kerala Hindi Quest. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സെറ്റ് എക്സാം പേപ്പർ 1ൻ്റെ കംപ്ലീറ്റ് സിലബസ് ആണ്. അപ്പോൾ സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് എക്സാം വരുന്നത്. അഡ്മിറ്റ് കാർഡൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ പോയാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേപ്പർ 1 നോക്കുകയാണെങ്കിൽ 2 പാർട്ടാണുള്ളത്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയിൽ ജനറൽ നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് ബിയിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ പാർട്ട് എയിന്ന് 60 ക്വസ്റ്റ്യൻസും പാർട്ട് ബിന്ന് 60 ക്വസ്റ്റ്യൻസും ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 ജനറൽ സ്റ്റഡീസ് ആയിരിക്കും. അതിൽ മൊഡ്യൂൾ 1 10th ലെവൽ ജനറൽ സയൻസ് വരും. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള കാര്യങ്ങൾ മൊഡ്യൂൾ 1-ലായിരിക്കും വരിക. മൊഡ്യൂൾ 2-ൽ 10th ലെവൽ സോഷ്യൽ സയൻസ് ആണ്. അതിൽ എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റിക്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. മൊഡ്യൂൾ 3-ൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് വേൾഡ് ലിറ്ററേച്ചർ ആണ്. അതിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ ആർട്ട് ഫോംസ്, ഇന്ത്യൻ കൾച്ചർ, സൊസൈറ്റി ഇൻ ഇന്ത്യ പോലുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മൊഡ്യൂൾ 4-ൽ കേരള സ്റ്റഡീസ് അല്ലെങ്കിൽ കേരള സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആണ്. നാഷണൽ മൂവ്മെൻറ്റ്സ്, അതുപോലെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, കേരള ലിറ്ററേച്ചർ, കേരള ആർട്ട് ആൻഡ് കൾച്ചർ പോലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1-ൽ ഉണ്ടാവുക. യൂണിറ്റ് നമ്പർ 2 ലാംഗ്വേജ് ആൻഡ് റീസണിംഗ് ആണ്. അതിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, ലോജിക്കൽ റീസണിംഗ്, അനലിറ്റിക്കൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, പാറ്റേൺ റെക്കഗ്നിഷൻ, ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് പോലുള്ള കാര്യങ്ങളാണ് യൂണിറ്റിൽ 2-ൽ വരിക. യൂണിറ്റ് നമ്പർ 3 എന്ന് പറയുന്നത് കറണ്ട് അഫെയർസ് ആയിരിക്കും. അതിൽ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ കറണ്ട് അഫെയർസും സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, യുണൈറ്റഡ് നേഷൻസ്, സ്പോർട്സ്, അവാർഡ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, ഗവൺമെൻറ് സ്കീംസ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും യൂണിറ്റ് നമ്പർ 3-ൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക. യൂണിറ്റ് നമ്പർ 4 മുതൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. അതിൽ യൂണിറ്റ് നമ്പർ 4-ൻ്റെ അകത്ത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ, സൈക്കോളജി ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ തിങ്കേഴ്സ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ലേണിംഗ് തിയറീസ് പോലുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് നമ്പർ 4-ൽ വരുന്നത്. യൂണിറ്റ് നമ്പർ 5 എന്ന് പറയുന്നത് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണ്. അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ലേണിംഗ് പ്രോസസ്സ്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ടീച്ചിങ് സ്കിൽസ്, ലെസൺ പ്ലാൻ, കരിക്കുലം, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, മെഷർമെൻറ്റ്, ബ്ലൂംസ് ടാക്സോണമി പോലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് യൂണിറ്റ് നമ്പർ 5-ലാണ്. ലാസ്റ്റ് യൂണിറ്റ് നമ്പർ 6 നോക്കുകയാണെങ്കിൽ അതിൽ കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ICT, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് മെത്തേഡ്സ്, സ്കൂൾ മാനേജ്മെൻറ്റ്, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, ലീഡർഷിപ്പ് ഇൻ എഡ്യൂക്കേഷൻ അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളാണ് യൂണിറ്റ് നമ്പർ 6-ൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് പേപ്പർ 1ൻ്റെ കംപ്ലീറ്റ് സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലബസ് നോക്കിയിട്ട് ഓരോ പോർഷൻസ് ആയിട്ട് കവർ ചെയ്ത് പോകുക. ഇനി ആകെ 1 മന്ത് മാത്രമേ എക്സാമിന് ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ പോർഷൻസ് എല്ലാം വേഗം കവർ ചെയ്ത് പോവുക. നെക്സ്റ്റ് പാർട്ട് 2 ഹിന്ദിയുടെ കംപ്ലീറ്റ് സിലബസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.